വർഷങ്ങളായി ആഗോള ഉൽപാദനത്തിന്റെയും ഉൽപ്പന്ന സ്രോതസ്സിന്റെയും പ്രധാന കേന്ദ്രമാണ് ചൈന. മിക്കപ്പോഴും ചൈനയുടെ പരീക്ഷണങ്ങൾ കണ്ട് ലോകം ഞെട്ടിയിട്ടുണ്ട്. ഇപ്പോഴിതാ ചൈന ലോകത്തെ വേരോടെ നശിപ്പിക്കാൻ കെൽപ്പുള്ള ഹൈഡ്രജൻ ബോംബ് നിർമ്മിച്ചിരിക്കുകയാണ്. ആണവായുധത്തെക്കാളും വിനാശകാരിയായ ഈ ബോംബിന് എല്ലാം വെന്തുവെണ്ണീറാക്കാൻ നിമിഷങ്ങൾ മാത്രം മതി. ചൈന പുതുതായി വികസിപ്പിച്ചിരിക്കുന്ന ഈ ഹൈഡ്രജൻ ബോംബ് അതികഠിനമായ താപം പുറത്തുവിട്ട് നിമിഷങ്ങൾക്കകം ഒരു പ്രദേശം തന്നെ ചുട്ടുരിക്കാൻ പാകത്തിലുള്ള ആയുധമാണ്. അതായത് ശത്രുക്കളെ മുച്ചൂടും മുടിക്കാൻ ഈ ഒരൊറ്റ കുഞ്ഞൻ ബോംബ് മാത്രം മതിയെന്നാണ് പറയുന്നത്. പ്രധാനമായും ചൈന ലക്ഷ്യം വെക്കുന്ന ശത്രുക്കളുടെ താവളങ്ങൾ, അവരുടെ പ്രധാന കേന്ദ്രങ്ങൾ എന്നിവ അവർ ഒന്ന് ശ്വാസം വിടുന്നതിന് മുമ്പ് തന്നെ അത് പൂർണ്ണമായി നശിപ്പിച്ചു കളയാൻ ഇതിന്റെ ഒരംശം മാത്രം മതി. ചൈനയുടെ ഹൈഡ്രജൻ ബോംബ് യുദ്ധഭൂമിയിൽ ഉപയോഗിച്ചാൽ വെറും സെക്കൻഡുകൾ കൊണ്ട്, അല്ലെങ്കിൽ ഒന്ന് കണ്ണു തുറന്നടയ്ക്കും മുമ്പ് തന്നെ വലിയ താപം പുറത്തുവിട്ട് വൻ നാശനഷ്ടമുണ്ടാക്കും. അതായത് സർവ്വതും ഇല്ലാതാക്കും. എന്നാൽ കുറച്ച് കൂടുതൽ ഉപയോഗിച്ചാൽ ഒരു പ്രദേശം തന്നെ കത്തിയമരുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അപ്പോൾ അനുഭവപ്പെടുന്ന ആ ഫോഴ്സ് സഹിക്കാൻ മനുഷ്യർക്ക് സാധിക്കില്ല. ലോകത്തെ ഞെട്ടിച്ച് ആണവായുധമല്ലാത്ത ഈ ഹൈഡ്രജൻ ബോംബ് ചൈന സ്റ്റേറ്റ് ഷിപ്പ് ബിൽഡിംഗ് കോർപ്പറേഷന്റെ കീഴിലുള്ള ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞരാണ് വികസിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ചൈന യുദ്ധത്തിൽ ഉപയോഗിക്കാനുള്ള ആയുധങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ഗവേഷണങ്ങളാണ് ഓരോ ദിവസവും നടത്തുന്നത്. ഇവിടെ 2 കിലോ ഭാരം വരുന്ന ബോംബാണ് ഗവേഷകർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഗവേഷകർ ആദ്യം അതിനായി നടത്തിയത് പരീക്ഷണത്തിൽ നിയന്ത്രിത സ്ഫോടനമാണ്. ഈ സ്ഫോടനത്തിലൂടെ പുറത്തുവരുന്ന അതികഠിനമായ താപത്തിൽ അലുമിനിയം പോലുള്ള ലോഹങ്ങൾ ഉരുകിയൊലിക്കും. അതുമാത്രമല്ല, ചുറ്റുപാടുമുള്ള സ്ഥലങ്ങൾ കത്തിയെരിയുകയും ചെയ്യും. മാത്രമല്ല, മഗ്നീഷ്യം ഹൈഡ്രേറ്റ് സ്ഫോടനത്തിൽ ചെറുതരികളായി മാറി അവ അന്തരീക്ഷവുമായി പ്രതിപ്രവർത്തിച്ച് ചൂടുപിടിക്കും. പിന്നീട് അവയിൽ നിന്ന് ഹൈഡ്രജൻ വാതകം പുറത്തുവരികയും ചെയ്യും. ഈ ഹൈഡ്രജൻ വാതകം സമീപത്തെ അന്തരീക്ഷവുമായി ഇടകലരുകയും വളരെ പെട്ടെന്ന് സ്വയം കത്തിജ്വലിക്കുകയും ചെയ്യുന്നതാണ് രീതി. അപ്പോൾ തന്നെ ആ സ്ഥലത്ത് ഒരു വലിയ അഗ്നിഗോളം രൂപപ്പെടും. ഇതിലൂടെ പുറത്തുവരുന്ന താപം കൂടുതൽ മഗ്നീഷ്യം ഹൈഡ്രേറ്റിനെ വിഘടിപ്പിക്കുകയും ഒരു ചെയിൻ റിയാക്ഷൻ പോലെ പുറത്തുവരുന്ന താപത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കുന്നതാണെന്നാണ് ഗവേഷകർ പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എല്ലാം വെന്ത് വെണ്ണീരാകും. ചൈന നിർമ്മിച്ച ഈ ഹൈഡ്രജൻ ബോംബ് പരമ്പരാഗത ഹൈഡ്രജൻ ബോംബുകളെ അപേക്ഷിച്ച് സ്ഫോടനത്തിന് ആണവോർജത്തിന് പകരം മഗ്നീഷ്യം ഹൈഡ്രേറ്റ് എന്ന രാസവസ്തുവാണ് ഉപയോഗിക്കുന്നത്. അതായത് ഇതിലൂടെ ലോകത്തെ തന്നെ ചുട്ടിരിക്കാൻ പാകത്തിലുള്ള അതിഭീമമായ താപം പുറത്തുവിടുമെന്നതാണ് ഇതിന്റെ പ്രധാന പ്രത്യേകത. അതായത് മഗ്നീഷ്യം ഹൈഡ്രേറ്റിന് ഹൈഡ്രജനെ ശേഖരിച്ചു വയ്ക്കാനുള്ള ശേഷിയുണ്ട് എന്നാണ് ഗവേഷകർ പറയുന്നത്. മഗ്നീഷ്യം ഹൈഡ്രേറ്റ് സാധാരണ അന്തരീക്ഷത്തിൽ സൂക്ഷിക്കാനോ നിർമ്മിക്കാനോ സാധിക്കാത്ത രാസവസ്തുവാണ്. അതായത് ഇത് പ്രധാനമായും ലബോറട്ടറിയിൽ നിയന്ത്രിത സാഹചര്യത്തിൽ ഒരു ദിവസം വളരെ കുറച്ച് ഗ്രാം അളവിൽ മാത്രമേ ഇവയെ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കൂ. ഈ വർഷം ആദ്യമാണ് ചൈനയിൽ മഗ്നീഷ്യം ഹൈഡ്രേറ്റിന്റെ വ്യാപകമായ ഉൽപ്പാദനം ആരംഭിച്ചതുപോലും. ഇപ്പോൾ വർഷം 150 ടൺ മഗ്നീഷ്യം ഹൈഡ്രേറ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ചൈനയ്ക്കുണ്ട്. അതായത് പറഞ്ഞു വരുന്നത്, അതീവ വിനാശകാരിയായ ആയുധമാണ് ചൈന ഇപ്പോൾ വികസിപ്പിച്ചിരിക്കുന്നത്. അതായത് ശത്രുക്കളുടെ കമ്മ്യൂണിക്കേഷൻ കേന്ദ്രങ്ങൾ, പ്രധാന കേന്ദ്രങ്ങളിലേക്കുള്ള റോഡുകൾ, ഊർജ്ജ കേന്ദ്രങ്ങൾ എന്നിവ വളരെ പെട്ടെന്ന് തന്നെ നശിപ്പിക്കാമെന്നാണ് പറയുന്നത്. നിലവിൽ ഇത്തരത്തിലൊരു ആയുധം ലോകത്ത് ഒരു രാജ്യത്തിനുമില്ല. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.